Hello guys, welcome to my YouTube channel. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 378 റുപ്പീസ് അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ SPF ഉണ്ടെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ആണ്. എനിക്കിത് അത്രയ്ക്ക് ചേരുന്നില്ല, പക്ഷേ ഇത് അത്യാവശ്യം ലൈറ്റ് ക്വാണ്ടിറ്റിയിലെടുത്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഫേസിന് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതൊരു ഓവർ വാട്ടർ കൺസിസ്റ്റൻസിയിലല്ല വരുന്നതും അണ്ടർടോണിൽ വരുന്ന അത്യാവശ്യം ബ്രൈറ്റ് പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിൻ കളറുള്ളവർക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഫേസിൽ നന്നായിട്ട് ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് ഫ്രൂട്ട് പ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെൽ വന്നിട്ട് സ്ട്രോബെറിയുടെ ഒരു ക്രയോൺ സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രം തോന്നിയതാണോ, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ നല്ല ഡ്രൈ ലിപ്സ് ആണ്. ഭയങ്കരമായിട്ട് ഏത് ലിപ് ബാം അപ്ലൈ ചെയ്താലും പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം കുറേ നേരം തന്നെ ലിപ്സ് നല്ല രീതിയിൽ നറിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ലിപ്സിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാര ആൻഡ് കാജൽ പ്ലസ് ഐലൈനർ ആണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കാജലിനെ കുറിച്ച് പറയാം. ഈ ഒരു സൈഡിൽ കാജലും ആൻഡ് ഈ ഒരു സൈഡിൽ ഐലൈനറും വരുന്നത്. എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കാജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു ബാഡ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് സ്മച്ച് പ്രൂഫ് അല്ല എന്നുള്ളതാണ്. പക്ഷേ സ്മച്ച് പ്രൂഫ് അല്ലാത്തതുകൊണ്ട് തന്നെ സ്മോക്കീസ് ഒക്കെ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാജലാണ് കേട്ടോ ഇത്. കാരണം പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. പക്ഷെ നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ കാജലിന് വരുന്നത്. അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഈസിയാണ്. നെക്സ്റ്റ് ഈ ഐലൈനറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിലും കുറച്ചുകൂടെ തിക്ക് ബ്ലാക്ക് ആണ് ഐലൈനർ വന്നിട്ടും. അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ആ ഒരു അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഷാർപ്പാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിങ് ലൈനൊക്കെ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാരയാണ്. കാരണം ഒരു ഒറ്റ കോട്ടിട്ട് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ലാഷസിന് വോളിയം തരുന്നതായിട്ട് എനിക്ക് ഐ മേക്കപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇത്. എൻ്റെ ബ്ലൂ ഹാൻഡ് ഈ ഒരു ഷിവറി മാറ്റ് ബ്ലഷ് ആണ് കേട്ടോ. ഇതൊരു ലൈറ്റ് വെയിറ്റ് ഫോർമുലാണ് വരുന്നത്. മൊത്തം ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഒരു കവറിങ് ഒക്കെ വരുന്നത്. ഡീപ്പ് റോസ് കളറാണ് കേട്ടോ വരുന്നത്. നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണ് ഇത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ലുക്ക് വരാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും കുഴപ്പമില്ല, അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് ഗൈസ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിന്ദൂരമാണ് കേട്ടോ. ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ആയതുകൊണ്ട് സിന്ദൂരം കാണാൻ ഇത് എനിക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല ഇതുകൊണ്ട്. വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ് കളർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 405 ആണ്. പർപ്പിൾ കളറിലാണ് കേട്ടോ. ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. ഡസ്കി ബ്രൗൺ സ്കിന്നുകാർക്ക് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാച്ച് ആയി പോകുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല നോൺ സ്റ്റിക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിടിക്കുന്ന ഒരു രീതിയില്ല ഈ ഒരു ലിപ്സ്റ്റിക്കിന്. ഈ ലൈറ്റ് വെയ്റ്റഡ് ആണ്. നമ്മൾ ഇട്ടതായിട്ട് പോലും ഫീൽ ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. എൻ്റെ സ്കിന്നിന് കറക്റ്റ് മാച്ച് അല്ലാത്തൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇത്. അത്യാവശ്യം ബാമായിട്ടുള്ള ബ്രൈറ്റ് ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരു മിററൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതുപോലൊരു സ്പഞ്ച് വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. മറ്റേ ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം ക്വാളിറ്റി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. കവറിൽ ഒരു 4 ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ഓർ ഹണിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഹണി എന്ന് പറയുന്ന ഷെയ്ഡ് കഴിഞ്ഞ് വരുന്നൊരു ഷെയ്ഡുണ്ട്. ആ ഒരു ഷെയ്ഡാണ് എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇത്
കുഴപ്പമില്ല. ലൈറ്റ് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം എൻ്റെ ഫേസിന് ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കളർ വരെയുള്ളവർക്ക് ഇതൊന്ന് അത്യാവശ്യം മാച്ചാവും. കുറേ കഴിയുമ്പോഴത്തേനും ഒരു കേക്കി ഫീൽ അങ്ങനെയൊന്നും ഈ ഒരു കോമ്പറ്റ് പൗഡർ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു മാറ്റ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി എന്താണ് ഒരു ഗ്ലോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹൈപ്പർ സ്റ്റേ സൂപ്പർമാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ 2 ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യം, ഈ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കിയപ്പോഴത്തേക്കിന് എന്താണ് ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് ആയിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് പർപ്പിൾ ഷെയ്ഡായിരുന്നു, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്കിന് കണ്ടത്. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞുപോയി. ഈ ഒരു ലിപ്സ്റ്റിക്ക് പർപ്പിളും അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഓർത്തത് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡായിരിക്കുന്നത്, പക്ഷേ അല്ല. ഇത് വന്നിട്ട് ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റൂബി റെഡ് 311 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് റെഡ് ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടോ ഗൈസ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഡയറക്റ്റ് അപ്ലൈ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും ഈ ഒരു 2 ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്യുന്ന ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്രയ്ക്ക് ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിന് അത്രയും ഇല്ല. ഇത് ഇച്ചിരി ഇട്ടതായിട്ടൊക്കെ തോന്നും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും. എന്നിട്ട് ഈ ഒരു ഐ ഷാഡോ ആണ് കേട്ടോ. 4 ഷെയ്ഡ്സ് ആണ് ഇത് വരുന്നത്. എന്നിട്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു ഡീപ്പ് റോസ്. ഇതൊരു ക്രീം കളറായിട്ടാണ് എനിക്ക് തോന്നിയത്, ഒരു ക്രീം കളറ്. പിന്നെ വന്നിട്ട് ഈ ഒരു ലൈറ്റ് യെല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റമില്ല, അതുപോലെ തന്നെ ഷിമറിയുമില്ല. രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഐഷാഡോ പാലറ്റ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കളറിൽ വരുന്ന ഐഷാഡോ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓവർ ഷിമറി അല്ലാത്തതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഓവറായിട്ട് എന്താ പറയുക ഗിൽറ്റ് അടിച്ച ഫീലൊന്നും തോന്നിയില്ല. സോ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടേക്കുന്നതെല്ലാം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ വരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിക്ക് ബ്ലാക്ക് അല്ല, ഇത് അത്യാവശ്യം വലിയ കളറുള്ള ഒരു അത്യാവശ്യം ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. ഇത് സ്മച്ച് പ്രൂഫ് അല്ല. ഇപ്പോൾ എന്നെപ്പോലെ ഓവറായിട്ട് തിക്കായിട്ടുള്ള നല്ല ബ്ലാക്ക് തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ടാണെങ്കിൽ നല്ല പ്രോഡക്റ്റ്സ് ആണ്. അതല്ല ഒട്ടും ഇപ്പോൾ പിരികത്തിൻ്റെ കളർ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതായിട്ട് തോന്നില്ല. കാരണം വലിയ കളറില്ല. ഇതൊരു മാത്രമേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനകത്ത് വരുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.